എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC അംഗീകാരമില്ലാത്ത സുപ്രീം കോടതിയിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കേസ് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 30 മാറ്റിയിരിക്കുന്നത്. 22-23 പെറ്റീഷനേഴ്സാണ് സുപ്രീം കോടതിയിൽ ഹാജരാകാനുള്ളത്. അവർ ഹാജരായില്ല. അത് കാരണം വീണ്ടും കോടതി 30 മാറ്റിയിരിക്കുകയാണ്. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഞാൻ പറയാം. 2015 മുതൽ 22 വരെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ ഗവൺമെൻറ് സർവീസിലിരിക്കുന്നുണ്ട്. കേരള PSC സെൻട്രൽ ഗവൺമെൻറ് ജോലികളിൽ. അവർക്ക് ഡിഗ്രി വാലിഡ് അല്ല. ഈ ഒരു കാര്യം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒന്നാമതായിട്ട് പറഞ്ഞ 2022 UGC ആണ്. 2022 നോട്ടീസ് മുഖാന്തരം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ മീഡിയ വണിൽ ന്യൂസിൽ പറയുകയുണ്ടായി. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കാലിക്കറ്റ്, MG, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റികളും 2015 മുതൽ 22 വരെയുള്ള ബിരുദം അസാധുവാണെന്ന് പറയുകയുണ്ടായി. ഇക്കലൻസിയും ഇനി തൊട്ട് ആർക്കും കൊടുക്കുന്നില്ല എന്നും പറഞ്ഞു. അതേപോലെ തന്നെ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് ഈ ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി. ഇത് കേരള സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റിയല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധം ഞങ്ങൾക്കില്ല, ഇത് തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ് കൈമലത്തുകയുണ്ടായി. 2023 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഫൈനൽ ജഡ്ജിമെൻറ്റ് വന്നിരുന്നു. 2015 മുതൽ 2022 വരെ പഠിച്ചവരുടെ ബിരുദം വാലിഡാണെന്ന്. പക്ഷേ UGC അതിനെതിരെ 2023 തന്നെ സുപ്രീം കോടതിയിൽ പോയി. ഡിഗ്രി വാലിഡാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അത് ഇൻവാലിഡ് ആകണമെന്നും പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ UGC SLP ഫയൽ ചെയ്തു. 2023 ഡിസംബറിൽ കേരള ഹൈക്കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റ് പറയുകയുണ്ടായി. സുപ്രീം കോടതിയിൽ ആണ് എല്ലാം, സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്, സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരട്ടെ എന്ന് പറയുകയുണ്ടായി. കേരള ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ പോയവരെടുത്താണ് ജഡ്ജ്മെൻറ്റിൽ കേരള ഹൈക്കോടതി ഈ കാര്യം വെളിപ്പെടുത്തിയത്. UGCയോട് ഞാൻ വിവരാവകാശം വഴിയും കത്ത് മുഖാന്തരവും അയച്ചപ്പോൾ UGC എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പറഞ്ഞ മറുപടി, മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾ അംഗീകരിക്കില്ല, സുപ്രീം കോടതി പറയട്ടെ, സുപ്രീം കോടതി പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാമെന്നാണ് UGCയുടെ മറുപടി. അപ്പോൾ എല്ലാവർക്കും എല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുമല്ലോ, ഗവൺമെൻറ് ജോലിയിലിരിക്കുന്നവർ സേഫ് അല്ല. ഞാൻ ഇതിൽ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, വ്യക്തമായിട്ടുള്ള പ്രൂഫുണ്ട്. സംശയമുള്ളവർക്ക് നേരിട്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അന്വേഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് UGC എടുത്ത് തന്നെ ചോദിക്കാം, UGC നിന്ന് വ്യക്തമായ ഉത്തരം പറയും. ഈ ഇടുന്ന വീഡിയോ കണ്ടിട്ട് പലരും നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട്. അവരോടത്ത് ഞാൻ മുൻകൂറായിട്ട് ഒരു കാര്യം കൂടെ പറയാം. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ആരെയും ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ കേരള ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാൻ പോകുന്നവരുണ്ട്. 2015 മുതൽ 22 വരെ പഠിച്ച പലരും പോകുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിൽ നിന്ന് ഫൈനൽ വിധി വരണം, അല്ലാതെ 15 മുതലുള്ളവരുടെ ബിരുദം വാല്യുവല്ല. ഇത് അറിയാതെ പലരും ചെന്ന് കുഴിയിൽ ചാടുന്നുണ്ട്. കേരള ഹൈക്കോടതിയിലെ ലോയർമാർ അമിത പൈസ വാങ്ങിയ ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യുന്നു. 30,000, 50,000 രൂപ വരെ വാങ്ങുന്നു. ഇതിൻ്റെ നിജസ്ഥിതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 15 മുതലുള്ളവരുടെ ഡിഗ്രി വാലിഡ് അല്ല. കേരള ഹൈക്കോടതി തന്നെ 2023 ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി പറയട്ടെ എന്ന്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പേരും പറഞ്ഞ് കേരള ഹൈക്കോടതിയിലെ ചില വക്കീലുമാർ മറ്റുള്ളവരെ നിന്ന് പൈസ വാങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു കാരണവശാലും കേരള ഹൈക്കോടതിയിൽ പോയി ചില വക്കീലുമാരെ കുഴിയിൽ ചെന്ന് ചാടൽ. മദ്രാസ് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലും ഞങ്ങൾ മാത്രമാണ് കേസ് ഫയൽ ചെയ്തത്. കേസിൽ കക്ഷി ചേരാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ മാത്രം സമീപിക്കേണ്ടതാണ്. വേറെ ആരും ഇവിടുന്ന് കേസിനൊന്നും പോയിട്ടില്ല, മദ്രാസിൽ സുപ്രീം കോടതിയിലൊന്നും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ആരെങ്കിലും വഞ്ചിച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ലോയർമാർ ആരെങ്കിലും വഞ്ചിച്ച് കഴിഞ്ഞാൽ, നമ്മളെ പേരും പറഞ്ഞ് പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതല്ല എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും.